ഡയാസ്റ്റസിസ് റെക്ടി എന്നുള്ള കണ്ടീഷനുള്ളവർക്ക് വേണ്ടിയിട്ട് സഹായകമായ കുറച്ച് വ്യായാമ മുറകളാണിത്. കൈകൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഇതാണ് പിൽവിക് ടിൽറ്റ് എന്ന് പറയുന്ന എക്സസൈസ്. അബ്ഡോമൻ്റെ രണ്ട് വശവും കൈവച്ച് സപ്പോർട്ട് ചെയ്ത് പതുക്കെ പെൽവിക് ഭാഗം ഫ്ലോറിൽ നിന്ന് ചെറുതായിട്ട് ഉയർത്തുക. അതേസമയം കോർ എൻഗേജ് ചെയ്യിക്കുക. ഇത് 10 തവണ ചെയ്യുക. അങ്ങനെ 3 സൈക്കിൾ. അടുത്തത് സിംഗിൾ ടോ ടാപ്പ്. ഓരോ കാലിലെയും ടോ വെച്ച് പതുക്കെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്തും നന്നായിട്ട് കോർ എൻഗേജ് ചെയ്യാൻ ശ്രമിക്കണം. ശ്വാസം പിടിച്ചു വയ്ക്കാൻ പാടില്ല. ശ്വാസം സാധാരണഗതിയിലായിരിക്കണം. ഓരോ കാലിലും 10 തവണ വെച്ച് അങ്ങനെ 3 സൈക്കിൾ ചെയ്യാം. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു എക്സസൈസാണ് നമ്മുടെ കോർ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ട്. അടുത്തത് ഗ്ലൂട്ട് ബ്രിഡ്ജ്. ഇതാണ് ഗ്ലൂട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന എക്സസൈസ്. പെൽവിക് ടിൽറ്റ് പോലെ തന്നെ കുറച്ചുകൂടെ ഉയർത്തിയിട്ട് അബ്ഡോമൻ എൻഗേജ് ചെയ്യിക്കുക. എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം ശ്വാസോച്ഛ്വാസം സാധാരണഗതിയിലായിരിക്കണം. കോർ നന്നായിട്ട് എൻഗേജ് ചെയ്യിക്കണം. എങ്കിൽ മാത്രമേ ഇത് ചെയ്യുന്നതുകൊണ്ട് പ്രയോജനമുള്ളൂ. മാത്രമല്ല ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ ദേഹം വേദനയൊക്കെ വരും. ഇതാണ് ഡെഡ് ബഗ്സ് എന്ന് പറയുന്ന എക്സസൈസ്. കൈ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് 2 കാലും സമാനമായിട്ട് ഇതുപോലെ ചെയ്യുക. ഇത് ഒരു 3 സൈക്കിൾ 10 പ്രാവശ്യം വീതം. പതുക്കെ കൂട്ടി ഇത് 20 തവണ വീതമാക്കാം. ഇത് മൊത്തം എല്ലാ എക്സസൈസുകളും കൂടെ ഒരു 15 മിനിറ്റിൽ താഴെ ദിവസേന രാവിലെയും വൈകുന്നേരവും ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു 21 ദിവസം കൊണ്ട് തന്നെ നല്ല ഫലം ഉണ്ടാകും. എനിക്ക് ഒത്തിരി റിസൾട്ട് കിട്ടിയ സാധനമാണ്. ഇതാണ് സിംഗിൾ ലെഗ് റൈസ്. അതായത് ഒരു കാല് ഉയർപ്പിച്ചു വെച്ചിട്ട് മറ്റേ കാല് ഇതുപോലെ പതുക്കെ ഉയർത്തി താഴ്ത്തുക. ഈ സമയത്തും കോർ എൻഗേജ് ചെയ്യിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ എക്സസൈസുകളൊക്കെ ചെയ്യുമ്പം വീണ്ടും ഞാൻ പറയാണ്, പ്രോട്ടീൻ ഇൻടേക്ക് ആവശ്യത്തിന് വൈറ്റമിൻ ഡി ഇല്ല, ഡെഫിഷ്യൻസിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കരമായ മസിൽ വേദനയെല്ലാം വരും. തുടക്കത്തിൽ ഒരു 5 തവണ വീതമൊക്കെ ചെയ്താൽ മതിയാകും. പതുക്കെ ഒരു 3 ദിവസം കൊണ്ടത് 5 എന്നുള്ളത് 10, 15 അങ്ങനെ 20 തവണ, പരമാവധി 30 തവണ വീതം ഓരോ കാലിലും ചെയ്യാം. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. ബൈ.